ഒരു കാലം വരും, അന്നിങ്ങനെ ഒരാൾ ഓത് നോക്കി നമ്മളിങ്ങനെ കരയും. കാരണം ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. എടാ എഴുതി വെച്ച ഞാൻ ഈ പറഞ്ഞു, എടാ അവിടുന്ന് ഒരു ബുക്ക് വാങ്ങ്, ഇത് ഞാൻ എഴുതിയിട്ട് എനിക്ക് ഒപ്പിട്ട് തരാം. ഇനിയൊരു കാലം വരും, അന്നൊരു മനുഷ്യൻ ഓതുന്നത് നമ്മളിങ്ങനെ കേൾക്കും. ആരോ നമ്മളെ പിടിച്ച് പള്ളിയൊക്കെ കൊണ്ട് ഇരുത്തും വെള്ളിയാഴ്ച. അപ്പോൾ ഒരാൾ ഓതുന്നത് നമ്മളിങ്ങനെ കേൾക്കും. അപ്പോൾ നമ്മളിങ്ങനെ കാര്യം എന്തുകൊണ്ട് ആ കൂലി എനിക്കില്ല. എന്തുകൊണ്ടില്ല? പറയാം, ആയ കാലത്ത് ഓതില്ല. നേരെ മറിച്ച് ആയ കാലത്ത് ഓതിയവനാണെങ്കിൽ അവനെ പള്ളി കൊണ്ടേ ഇരുത്തി, അവനൊരു ബേജാറും വേണ്ട, ഒരു ബേജാറും വേണ്ട. ഇപ്പോൾ അവന് കണ്ണിന് ആരോഗ്യമല്ല. ആരോഗ്യമുള്ള കാലത്ത് ഖുർആൻ്റെ ഹക്കവൻ വീട്ടിയിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പോൾ ഓരോ റിക്കാർഡും എല്ലാം ആരെഴുതി കൊടുക്കും? മലക്കൾ പറ, ആരെഴുതി കൊടുക്കും? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതാണ് നിഅമതാനി. രണ്ട് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വഞ്ചിതനാണ്. രണ്ടനുഗ്രഹം, ഒന്ന് എന്താണ്? ഒന്ന് സിഹത്ത്, ആരോഗ്യമാണ്. ആരോഗ്യം കയ്യിലുണ്ടാകുമ്പോൾ ആരോഗ്യത്തിന്റെ വില മനുഷ്യൻ അറിയുകയില്ല. അല്ലാഹു മക തൗഫീഖ് തരട്ടെ. അവർക്ക് പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് പറ, ഞാനിനി എന്താ പറയുന്നത്? അത് കൽബുള്ളവന് കാര്യം, കൽബുള്ള കാര്യം. ആയുസിൽ നല്ല അമൽ ചെറുപ്പം മുതലേ ചെയ്തിരുന്ന് പോകുന്ന ഒരാള് പിന്നെ അവന് വയസ്സുകാലത്ത് പായ കടന്നു, കട്ടിൽമ കടന്നു. അപ്പോഴെല്ലാം മലക്കുകൾ എന്തേത് കൂലി അങ്ങനെ എഴുതി കൊടുത്തു. സുമമാത, പിന്നെ അവൻ മരിച്ചു. അപ്പോൾ അമർ അല്ലാഹു മലക്കൈ, അവൻ്റെ ഇവിടെ ഇരിക്കുന്ന മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കും, അയ്യതഅബ്ബദ, നിങ്ങൾ രണ്ടാളും ഇബാദത്ത് എടുക്കുക. യുക്തബു, അവൻ നിങ്ങളെ ഇബാദത്ത് ഓൻ്റെ റിക്കാർഡ് ചേർത്ത് കൊടുക്കുക. കാരണം കുറേ കാലം നിങ്ങളെ ഏറ്റവനാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അള്ളാന്റെ കോടതിയിൽ അന്ത്യനാൾ റിക്കാർഡ് തുറക്കുമ്പോഴാണ് ഇവനാകെ 65-75 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. അള്ളാന്റെ റിക്കാർഡ് തുറന്നപ്പോൾ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ഇബാദത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ബേജാറാകും, എന്ത് മഹാരാ കിതാബി, മലക്കളെ നിങ്ങൾക്ക് ആള് പേച്ചലാണ്, ഇതിന്റെ കിതാബല്ല. എന്റെ കിതാബല്ല എന്ന് പറഞ്ഞല്ലേ? എന്റെ കിതാബ് തന്നെയാണല്ലോ, എൻ്റെ കിതാബ് തന്നെയല്ലേ. നേർത്തിക്കലെ ആലിങ്ങനെ അവറാൻകുട്ടി എന്നുള്ള കിതാബിന്റെ പുറത്തെഴുതിയിരിക്കുന്നത്. എൻ്റെ പേര് അതല്ലേ ആണ്. പക്ഷെ പണ്ട് ആദ്യൻ്റെ കാലത്ത് നേർത്തിക്കലെ ഒരാലിങ്ങനെ അവറാൻകുട്ടി ഉണ്ടാവും, അയാളുടെ ആയിരിക്കും. കാരണം 1000 കൊല്ലത്തെ ആയുസൊക്കെ ഇതിൽ കാണുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? എനിക്കാകെ 65-68 വയസ്സല്ലേ ഉണ്ടായിട്ടുള്ളൂ. മലക്കുകളോട് അപ്പം മലക്കുകളോട് അതിന് ബേജാറാണ്ട. നീ മരിച്ചതിന് ശേഷം നിന്റെ പുറത്തിരിക്കുന്ന മലക്കുകളോട് അല്ലാഹു തആല പറയും മുത്തിനബി പറയും നിങ്ങൾക്ക് എന്ത് പേടിയുള്ളത്? അമറല്ലാഹു മലക്കൈഹി. എവിടെണ്ട് മുസ്ലിയാരെ? ഈ ഹദീസ് ഇത് ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല, ജാമിഅ അഹ്കാമിൽ ഖുർആനിലുണ്ട്, ബഹുമാനപ്പെട്ട വത്തീനിയുടെ വ്യാഖ്യാനത്തിലുണ്ട്. എന്റെ വകയല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലമ്മ ഫൈദാ മാതാവൻ മരിച്ചു കഴിഞ്ഞാൽ അമറല്ലാഹു മലക്കൈഹി, അവന്റെ 2 മലക്കിനോട് അല്ലാഹു കൽപ്പിക്കും, മയ്യതഅബ്ബദ, നിങ്ങളെ ഇബാദത്ത് എടുക്കായി. എന്നിട്ട് ആ ഇബാദത്തൊക്കെ ആരും ചേർത്തി വെക്കുക. മനസ്സിലായില്ലേ? അവന്റെ റിക്കാർഡ്. അപ്പൊ പിന്നെ ഖിയാമത്ത് നാളാകാൻ 1000 കൊല്ലം ഉണ്ടായി നോക്ക്. എങ്കിൽ ഇവൻ എത്ര ഇബാദത്ത് എടുത്തതായി അല്ലാഹു കണക്കാക്കും? 68 കൊല്ലം ജീവിച്ചു, പിന്നെ 1000 കൊല്ലം ഖിയാമത്ത്. 1068 കൊല്ലം റിക്കാർഡ് ഉണ്ടാവും അവന്. ഇവൻ ആകെ 68 കൊല്ലം ജീവിച്ച്. എന്ത് ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹ് പണിയെടുത്ത ഒരു അബ്ദ് പണിയെടുത്ത ബാക്കി അള്ളാന്റെ വക ഔദാര്യം. അതാണ് ഏത്? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ, മുറിയാത്ത കൂലി കൊടുക്കും അല്ലാഹു. അതായത് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇവന്റെ കൂലി മുറിയാത്ത. എന്തുകൊണ്ട്? അമല് മുറിയുന്നില്ല. ഈ അമലൊക്കെ ഇവിടെ ഇവന് പകരം ആര് ചെയ്യും? മലക്കളെയും പറഞ്ഞത് മനസ്സിലായി. അങ്ങനെ ഒരാൾ ചെയ്താൽ മതിയല്ലോ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ 2 ഗേറ്റും അടക്കണമെന്ന് ഏതോ ഒരു മമ്മദൂനെ ഏൽപ്പിച്ചു.
അതിന് മമ്മദൂന് മാസത്തിൽ 300 റുപ്യ ഹെഡ് മാഷ് എഴുതി കൊടുക്കും, വൗച്ചർ എഴുതി കൊടുക്കും 300 റുപ്യ. പിന്നെ എന്തായി, മമ്മദൂൻ്റെ വയ്യാത്ത കാലം വന്നു, അപ്പോൾ പേരക്കുട്ടികളെ പറഞ്ഞേക്കും. അപ്പം അപ്പോഴും പ്രിൻസിപ്പൾക്ക് കുഴപ്പമൊന്നുമില്ല, മമ്മദൂൻ്റെ കൈ കൊണ്ട് തന്നെ അടക്കണമെന്നൊന്നും ഇല്ല. വൈകുന്നേരമായ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവസാനത്തെ മാഷും ടീച്ചറും കുട്ടികളും പോയി കഴിഞ്ഞാൽ സ്കൂളിൻ്റെ 2 ഗേറ്റ് അടക്കണമെന്നേ ഉള്ളൂ. ആർക്ക്? പ്രിൻസിപ്പാൾക്ക്. ഇയാൾ പായക്കടക്കൽ തുടങ്ങിയിട്ട് 50 കൊല്ലമായി, ശമ്പളം അങ്ങനെ വാങ്ങിപ്പോവുകയും ചെയ്യും. കാരണം ഇവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂലി പിടിച്ചോക്കേണ്ട ആവശ്യമില്ല. ആരാ പണി നടത്തുക? പാറ ചങ്ങ ആരാ പണി നടത്തുക? മലക്കുകൾ. ആര് പറഞ്ഞു? പുണ്യ റസൂല്. അള്ളാഹു നമുക്ക് വിധി തരട്ടെ. നിങ്ങൾ അള്ളാഹിൻ്റെ ഹദീസ് റസൂലുള്ളാഹിൻ്റെ ഹദീസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ധൈര്യം, ഒരു വിശ്വാസം പോരാത്ത്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. എവിടെയുണ്ട്? ഇത് ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല. ഫൈദാ മാത അമറല്ലാഹു മലക്കൈ അയ്യതഅബ്ബദാ. തോളിലിരിക്കുന്ന 2 മലക്കുകളോട് പറയും, നിങ്ങൾ ഇബാദത്ത് എടുക്കുകയും ആ 2 ആളുടെ ഇബാദത്തും എന്റെ ഇഷ്ടപ്പെട്ട അടിമയാണവൻ. കുട്ടിക്കാലം മുതലേ എനിക്ക് ആരാധിച്ച അടിമയാണവൻ. അവന്റെ റിക്കാർഡിൽ അതിന്റെ കൂലിയാമലെഴുതി വെക്കിയെന്ന് മലക്കുകളോട് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ഏതായത്തിന്റെ അർത്ഥം. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. മുതഅല്ലിമീങ്ങളൊക്കെ ഖുർത്തുബി ആ ഭാഗത്ത് എടുത്തു നോക്കിയാൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഈ പേടിക്കണ്ട. പക്ഷെ എന്ത് വേണം? ആവുന്ന കാലത്ത് ചെയ്യണം, മടിച്ചടക്കരുത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.